18-12-2014 മലയാള മനോരമയിൽ വന്ന വാർത്ത. ആക്രമണം തുടരുമെന്ന് താലിബാൻ, തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ വൻ വ്യോമാക്രമണ പദ്ധതി. ഫസലുല്ലയെ വിട്ടുകിട്ടാൻ പാക് സൈനിക മേധാവി അഫ്ഗാനിസ്ഥാനിൽ. ചാവേറുകളുടെ ചിത്രം പുറത്തുവിട്ട് താലിബാൻ പ്രകോപനം. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് ഫസലുല്ല. ഇനിയും ആക്രമണമെന്നും ഭീഷണി. ഭീകരപ്രവർത്തനത്തിനുള്ള വധശിക്ഷ പാകിസ്ഥാൻ പുനഃസ്ഥാപിച്ചു. ഇസ്ലാമാബാദ്. പെഷാവറിലെ സ്കൂളിൽ താലിബാൻ കൂട്ടക്കുരുതി ചെയ്ത 132 കുരുന്നുകൾക്ക് കണ്ണീരോടെ വിട നൽകിയ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾക്ക് തുടക്കം കുറിച്ചു. അഫ്ഗാൻ അതിർത്തിയിൽ കഴിയുന്ന പാക് താലിബാൻ നേതാവ് മുല്ല ഫസലുല്ലയെ വിട്ടുകിട്ടാൻ പാക് സൈനിക മേധാവി റഹീൽ ഷെരീഫ് അഫ്ഗാനിസ്ഥാനിലെത്തി ചർച്ച നടത്തി. ഭീകരാക്രമണ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാകിസ്ഥാൻ നീക്കി. ഭീകരവിരുദ്ധ നടപടികൾക്കായി സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത സമിതിക്ക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രൂപം നൽകി. ഇതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാക് താലിബാൻ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ആക്രമണം നടത്തിയ ചാവേറുകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട താലിബാൻ ഇനിയും ആക്രമണം നടത്തുമെന്നും ഭീഷണി മുഴക്കി. സ്കൂൾ ആക്രമണത്തിന് മുല്ല ഫസലുല്ലയാണ് നിർദ്ദേശം നൽകിയതെന്നും അത് അപ്പോൾ നിയന്ത്രിച്ച ഉമർ നരായി എന്ന നേതാവാണെന്നും വ്യക്തമായി. ഖൈബർ പഷ്തുൻഖ പ്രവിശ്യയിലെ ദരാ ഇസ്മായിൽ ഖാൻ ജില്ലയിലെ വനിതാ കോളേജിന് സമീപത്ത് ഇന്നലെ 2 സ്ഫോടനങ്ങൾ നടന്നു. ആളപായമില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഖൈബർ പഖ്തുൻഖ മേഖലയിലെ താലിബാൻ കേന്ദ്രങ്ങൾക്ക് നേരെ വൻ വ്യോമാക്രമണം നടത്തുമെന്നും രാജ്യത്തിന്റെ ഹൃദയത്തെ ആക്രമിച്ചവരെ ഇല്ലാതാക്കുമെന്നും പാക് പട്ടാള മേധാവി റഹീൽ ഷെരീഫ് ട്വിറ്ററിൽ അറിയിച്ചു. താലിബാനെതിരെയുള്ള പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണ ഉറപ്പാക്കാൻ നവാസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് റഹീൽ ഷെരീഫ് കാബൂളിലെത്തിയത്. സൈനിക മേധാവികളുമായും രാജ്യാന്തര സേനയുടെ ചുമതലക്കാരുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പാകിസ്ഥാനൊപ്പം ലോകമാകെ ഇന്നലെ പ്രാർത്ഥന നിരതരായി. വിവിധ പാക് പ്രദേശങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളും പ്രതിഷേധ പ്രകടനങ്ങളും മെഴുകുതിരി പ്രദക്ഷിണങ്ങളും വിലാപയാത്രകളും നടന്നു. കൊല്ലപ്പെട്ട ഭൂരിഭാഗം കുട്ടികളെയും ഇന്നലെ ഖബറടക്കി. സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ മറ്റു 16 പേരും ആക്രമണത്തിൽ മരിച്ചു. ആക്രമണം നടത്തിയ 9 ഭീകരരും കൊല്ലപ്പെട്ടു. മൊത്തം മരണം 157 ആണ്. ഭീകരവാദത്തോടുള്ള മൃതസമീപനം മാറ്റിവെച്ച് താലിബാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. നല്ല താലിബാനും ചീത്ത താലിബാനും എന്ന വേർതിരിവില്ല. എല്ലാത്തരം ഭീകരതയും പാക് മണ്ണിൽ നിന്നും തുടച്ചു നീക്കും. പെഷാവറിൽ സർവകക്ഷി യോഗത്തിനു ശേഷം ഷെരീഫ് പറഞ്ഞു. തീ കൊളുത്തിയത് പ്രിൻസിപ്പലിനെ. പെഷവാർ. പാക് താലിബാൻ ഭീകരർ പെഷവാറിലെ സൈനിക സ്കൂളിൽ കുട്ടികൾക്ക് മുന്നിൽ ചുട്ടരിച്ചു കൊന്നത് സ്കൂൾ പ്രിൻസിപ്പലിനെ. പാക് സൈന്യത്തിലെ മുൻ കേണലായ കാസി സഫറുള്ളയുടെ ഭാര്യയായ തഹീറ കാസിയെയാണ് ഭീകരർ പ്രത്യേകം ലക്ഷ്യമിട്ടിരുന്നു. ശുചിമുറിയിൽ കയറി ഒളിച്ച അവർക്ക് നേരെ ആദ്യം ഗ്രനേഡ് എറിഞ്ഞു. പിന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തീ കൊളുത്തി. ജീവനോടെയാണ് തീ കൊളുത്തിയതെന്ന് വ്യക്തമല്ല. ആസൂത്രണം അഫ്ഗാനിൽ. ഇസ്ലാമാബാദ്. പെഷാവറിലെ സ്കൂൾ ആക്രമണം ആസൂത്രണം ചെയ്തതും നിയന്ത്രിച്ചതും അഫ്ഗാനിസ്ഥാനിൽ നിന്നെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് വിവരം ലഭിച്ചു. സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികളെ ബന്ദികളാക്കി വയ്ക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിലുള്ള പാക് താലിബാൻ കമാൻഡർ ഉമർ നെരായി അപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയ ഫോൺ സംഭാഷണങ്ങൾ പാക് സൈന്യം ചോർത്തിയിട്ടുണ്ട്. ഈ തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലാണ് അഫ്ഗാൻ സഹായം തേടി പാക് പട്ടാള മേധാവി കാബൂളിലെത്തിയത്. പാക് താലിബാൻ തലവൻ മുല്ല ഫസലുല്ലയും അഫ്ഗാൻ അതിർത്തിയിലാണ് കഴിയുന്നത്. ഇരുവരുടെയും ഒളിവിടങ്ങൾ സംബന്ധിച്ച സൂചന പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ അഫ്ഗാൻ അധികൃതരുമായും നാറ്റോ സേനയുമായും പങ്കുവച്ചു.
പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഭീകരരെ നേരിടാൻ അഫ്ഗാനിസ്ഥാന്റെ സഹായം തങ്ങൾക്ക് ഇപ്പോഴാണ് വേണ്ടതെന്നും പാക് അധികൃതർ വ്യക്തമാക്കി.